പറ്റിയെന്നറിയാം, ഓവർ സ്പീഡല്ല, പക്ഷെ ഓട്ടോക്കാരൻ ഇടയിൽ കയറി വന്നു എന്നാണ് നമ്മൾ അറിവ്. ഞാൻ ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നത്. ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്. ഫ്രണ്ടിൽ ഈ റോളിൽ ഇരുന്ന കുറേ അമ്മമാരുടെ തല ഈ സീറ്റിൽ വന്ന് ഇടിച്ചിട്ട് അവർ നിലവിളിച്ചിട്ട് കൊണ്ടുപോകണ്ടായിരുന്നു. മൊത്തം മഴയായിരുന്നു ഓൾറെഡി. എന്താ പറ്റിയെന്നറിയാം, ഓവർ സ്പീഡല്ല, പക്ഷെ ഓട്ടോക്കാരൻ ഇടയിൽ കയറി വന്നു എന്നാണ് നമ്മൾ അറിവ്. ഞാൻ ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നത്. ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്. ഫ്രണ്ടിൽ ഈ റോളിൽ ഇരുന്ന കുറേ അമ്മമാരുടെ തല ഈ സീറ്റിൽ വന്ന് ഇടിച്ചിട്ട് അവർ നിലവിളിച്ചിട്ട് കൊണ്ടുപോകണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലാണ് കണ്ടക്ടർ ഇരുന്നത്. കണ്ടക്ടറിന് അത്യാവശ്യം നല്ലോണം ബ്ലീഡിങ് ആയപ്പോൾ ഞാൻ ആദ്യം ആളിനെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവർ സ്പീഡ് പറയൂ. ഈ ലോറി ഡ്രൈവർ ഇതിനുള്ളിൽ കുടുങ്ങി കിടക്കായിരുന്നു. ലോറി ഡ്രൈവർ ഇത്ര നേരം കുടുങ്ങി കിടക്കായിരുന്നു. ഇപ്പോഴാണ് ഫയർ എഞ്ചിനെ വിളിച്ചിട്ടാണ് രക്ഷപ്പെട്ടത്. കാല് കുടുങ്ങി കിടക്കുക. കാല് കുടുങ്ങി കിടക്കുന്നത്, 2 കാലും കുടുങ്ങിയായിരിക്കും. ഇപ്പോൾ ഇത്ര നേരത്തെ എല്ലാ നാട്ടുകാരും എല്ലാവരും സപ്പോർട്ട് കാരണമാണ് ഇപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയത്. ബസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ബസ്സിൽ എല്ലാ സീറ്റിലും ഉണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ പോലെ? ഗുരുതരമായിട്ട് കണ്ടത് എനിക്ക് കണ്ടക്ടറിനാണ് തോന്നിയത്. ആളെ ഞാൻ അപ്പം തന്നെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ബസ് സ്പീഡിലൊന്നും ഇല്ല, ഓവർ സ്പീഡല്ല, മഴയുണ്ടായിരുന്നു. പിന്നെ ഏതൊരു ഓട്ടോ ഇതിൽ കയറി വന്നു എന്നാണ് ഞാൻ കണ്ടത്. അപ്പം അതുകൊണ്ടാണ്
സംഭവിച്ചിട്ടുണ്ടാവും. ഈ ആള് വളവും കൂടിയാണല്ലേ? ഇതൊരു വളവാണ്. ഈ വളവ് എല്ലാപ്പോഴും ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വളവാണ് ഇത്. ഈ റോഡ് പണിത് തന്നെ ഒരു സൈഡ് ചരിവൊക്കെ ഉള്ളതാണ്. ഇത് കുറേ കംപ്ലയിൻസുകളും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് വരെ ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. അതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോവുകയാണ്. മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ മാസത്തിൽ 1-2 അപകടങ്ങൾ ഇതേപോലെ ആ മതിലുകൾ സ്ഥിരമായി പൊളിഞ്ഞു പോകേണ്ട അപകടങ്ങളാണ് ഇവിടെ ഉള്ളത്. വളവുകാരനുമാണ് സ്ഥിരമായി പരാതി കൊടുത്തിട്ട് ആരും അധികൃതർ ഇതൊന്നും മുൻകൈയെടുത്ത് ഈ വളവിൻ്റെ ശോചനീയാവസ്ഥ എങ്ങനെയാണ് ഒരു മിറർ പോലും ഈ ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ടില്ല. ഒരു വണ്ടി എതിർവണ്ടി വരുന്നതിൻ്റെ സ്ഥിരമായി നമ്മൾ കുറേ പ്രതിഷേധ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഒരു ഇതും ഇല്ല. ഇപ്പോൾ നിരന്തരമായിട്ട് ഇവിടെ അപകടം സംഭവിച്ചിരിക്കുകയാണ്. അത് പോരാതെ തന്നെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ട് കൂടുതലുണ്ട്. അപ്പോൾ ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് ബസ് ബസ്സും മറ്റ് വാഹനങ്ങളും റൂട്ട് മാറി വരുമ്പോൾ സ്ഥിരമായിട്ട് ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വളവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളവ് മാറ്റാൻ പുതിയ റോഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊല്ലങ്ങളായി, നമ്മുടെ വയസ്സിൻ്റെ പ്രായമായി. പക്ഷേ ഇത്ര കാലമായിട്ട് അങ്ങനെ ഒരു സംഭവം നടത്തുന്നില്ല, വീതി കൂട്ടുന്നില്ല. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഗോവിന്ദാപുരം മംഗലം റോട്ടിൽ മുഴുവൻ കുണ്ടും കുഴിയും നിറഞ്ഞ് വളരെ വലിയ ജംഗ്ഷനിൽ തന്നെ ഇപ്പോൾ വലിയൊരു അതിനിടയിൽ കൂടെയാണ് ഈ കൊടും വളവ്. വളരെ ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് നമ്മൾ നെമ്മാറ കഴിഞ്ഞിട്ട് മറ്റേ കൊല്ലംകോട് എത്തുന്ന വരെ റോഡ് പറ്റ മോശമാണ്. ഇവർ ഗവൺമെൻറ് പൈസ കിട്ടുക എന്നല്ലാണ്ട് അവർ ചിലവാക്കുക, അവരെ കാര്യം നടത്തുക, അവരെ പോക്കറ്റിൽ പൈസ ഇടുക, ആ പരിപാടി വേണ്ട. ഇനി റോഡെങ്കിലും ഒന്ന് നേരാക്കട്ടെ. റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലംകോട് മുതൽ മംഗൽപാലം വരെ ഉള്ള റോഡ് 2 വണ്ടികൾക്ക് പോകാൻ കറക്റ്റായിട്ട് പോകാനുള്ള സ്പേസ് ഇല്ല ഒന്നാമത്. പിന്നെ അതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾ ഒന്നില്ലെങ്കിൽ താഴെ പിടിക്കൽ. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ചിട്ട് ഒരു വണ്ടി എതിരെ പോകണമെങ്കിൽ മറ്റുള്ള വണ്ടി ഒതുക്കി കൊടുക്കണം. അത് ചിലപ്പോൾ ചാലുകയറിയ കേബിളാകാം, വണ്ടി താഴും പിടിക്കും. വലിയ പരമാവധി കൂടെ ടിപ്പറുകളും വലിയ നാഷണൽ പെർമിറ്റ് വണ്ടികളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. എന്നാലും ഭയങ്കര തിക്കും പിടിച്ച റോഡുമാണ്, സ്ഥലമില്ല, സ്പേസ് ഇല്ലാത്ത റോഡുമാണ്.